ഞാൻ 1.5 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിയ പീസായിട്ടാണ് ചിക്കൻ മുറിച്ചേക്കുന്നത്. ഇതിലേക്ക് ഒരു വലിയ സവാള ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. നല്ല പൊടിയായിട്ട് അരിയണത്. അതുപോലെ വലിയ തക്കാളി, നല്ല അത്യാവശ്യം വലിയ തക്കാളിയായിരുന്നു, അതും ഇതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി വേണ്ടത് ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചി അത്യാവശ്യം വലിയ പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് നാടൻ ഇഞ്ചിയാണ്. അപ്പോൾ നാടൻ ഇഞ്ചി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് മറ്റേ ചൈനീസ് ഇഞ്ചി ആണെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ അധികം എടുക്കുക. പിന്നെ ഒരു 6 വെളുത്തുള്ളി, അത് നല്ല വലിയ വെളുത്തുള്ളിയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഒരു തവിയോളം ഉണ്ട് ചതച്ച് വന്നപ്പോഴത്തേക്കും. അപ്പോൾ അതും ഇത് ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. ഈ ഒരു തവിയാണ്, അത് ഫുള്ളുണ്ട്. ഇനി വേണ്ടത് മല്ലിയില ചോപ്പ് ചെയ്താണ്, അത് കുറച്ചധികം വേണം. പുതിനയില ഉണ്ടെങ്കിൽ പുതിനയിലയും ചേർക്കാം ഇതിൻ്റെ അകത്ത്. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും കൂടെ മിക്സ് ചെയ്ത് അരിഞ്ഞിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാനായിട്ട്. ഇനി ചേർക്കുന്നത് ഉപ്പാണ്. ഈ ചിക്കൻ ആവശ്യമുള്ള ഉപ്പും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബിരിയാണി മസാല ചേർക്കാം. അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ബിരിയാണി മസാല എന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഇട്ടാൽ മതി. 4 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 4.5 ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ട തൈര്. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ മസാലയും ചിക്കനിൽ പിടിച്ചു വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഇതിലിട്ടിരിക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, തൈര്, പിന്നെ പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില, പിന്നെ ബിരിയാണി മസാല. ഇത്രയും സാധനങ്ങളാണ് ഞാനിതിൻ്റെ അകത്തേക്ക് ചേർത്തേക്കണം. പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഇതിൽ ചിക്കനിൽ പരട്ടി വെക്കുക നന്നായിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചേക്കാം. 1/2 മണിക്കൂർ നേരത്തേക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതെടുത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഞാൻ നോക്കി, ഉപ്പൊക്കെ പാകമായിരുന്നു. ഞാൻ ഇട്ടിരിക്കുന്ന ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ അതിനൊരു വലിയൊരു ബിരിയാണി ഉണ്ടാക്കാൻ ഒരു വലിയൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആ നെയ്യിലേക്ക് ഞാനൊരു ചെറിയ സവാളയാണ് എടുക്കുന്നത്. ആ ചെറിയ സവാള ഇങ്ങനെ സ്ലൈസായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ബ്രൗൺ കളറായിട്ട് വരണം. സവാള ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കശുവണ്ടി, മുന്തിരിയും ചേർക്കാം. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കശുവണ്ടിയും മുന്തിരിയും ചേർക്കാം. ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഞാനിതിനകത്ത് കശുവണ്ടി ചേർത്തിട്ടില്ല. എൻ്റെ കശുവണ്ടി ഇല്ല, അതുകൊണ്ട് ഞാൻ കശുവണ്ടി ചേർത്തിട്ടില്ല. കശുവണ്ടി ആദ്യമേ മൂപ്പിച്ചിട്ട് വേണം മുന്തിരി മൂപ്പിക്കാനായിട്ട്. രണ്ടിനും 2 മൂപ്പാണ്.
കശുവണ്ടി മൂക്കുമ്പോൾ ഒരു ബ്രൗൺ കളറാകും. മുന്തിരി മൂത്തു മനസ്സിലാക്കുന്നത് മുന്തിരി ഒരു നല്ല ബോള് പോലെ വീർത്ത് വരും. അപ്പം മുന്തിരി മൂത്തു നമുക്ക് മനസ്സിലാവും. മുന്തിരി ഇപ്പം ഇങ്ങനെ വീർത്ത് തുടങ്ങിയിട്ടുണ്ട്, നല്ല മുത്ത് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സവാളയും മുന്തിരി എല്ലാം കൂടെ നമുക്ക് കോരിയെടുക്കാം. അപ്പം നമ്മൾ സവാള വറുത്തത് കോരി മാറ്റിയിട്ടുണ്ട്. ആ സെയിം പാത്രത്തിൽ തന്നെ ഞാൻ വീണ്ടും 1 ടീസ്പൂൺ നെയ്യ് ചേർക്കണേണ്. 1/2 ടീസ്പൂൺ വെജിറ്റബിൾ ഗീയും ചേർക്കണേണ്. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് പട്ട, ഓൾ സ്പൈസസ് ആണ് എല്ലാം ചേർക്കുന്നത്. അപ്പോൾ പട്ട, 3 ബേ ലീഫ്, 4 ഏലക്ക, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, ഏകദേശം ഒരു 6 ഗ്രാമ്പൂ ഞാൻ എടുത്തിട്ടുണ്ട്. ആ 6 ഗ്രാമ്പൂ എൻ്റെ അടുത്തേക്ക് ഇടുക. എന്നിട്ട് ഇത് ഒന്ന് ഫ്രൈ ചെയ്യുക എണ്ണയ്ക്കകത്തിട്ടിട്ട്. ഇത് എങ്ങനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ മണമൊക്കെ അങ്ങോട്ട് ഈ നെയ്യിലേക്ക് നന്നായിട്ട് അങ്ങ് ഇറങ്ങി വരും. ഇതിപ്പോൾ സ്പൈസസ് എല്ലാം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർക്കാം. ഞാൻ ഇവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ അരി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ ഇത് ഞാൻ സോക്ക് ചെയ്തൊന്നും വെച്ചതൊന്നുമല്ല. ഞാനിപ്പോൾ കഴുകിയെടുത്ത് അപ്പം തന്നെ അങ്ങ് ഇടുക. എല്ലാവരും സോക്ക് ചെയ്തിട്ടൊക്കെ ഇടുന്നതൊക്കെ പറയാനുണ്ട്, പക്ഷെ എനിക്കറിയില്ല. ഞാൻ സോക്ക് ചെയ്യാറില്ല. എനിക്ക് സോക്ക് ചെയ്യാണ്ട് തന്നെ എൻ്റെ വേവിക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. എനിക്ക് അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരി ഇതിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഈ നെയ്യിൻ്റെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഈ എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അതിന് കുറച്ചും കൂടെ ഈ ചോറിന് കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നതെന്ന്. അപ്പോൾ നല്ല ഇങ്ങനെ ഉലർന്നങ്ങ് നന്നായിട്ട് വരും. ഇപ്പോൾ ചേച്ചി നാരങ്ങ നീര് ചേർക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഞാൻ അങ്ങനെ പലപ്പോഴും ഇതിൽ നാരങ്ങ നീര് ചേർക്കുന്ന കാര്യം ഞാൻ മറന്നു പോകും. എനിക്കിതുവരെയും അങ്ങനെ കട്ടയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ദമ്മിട്ടിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ദമ്മിടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ നമ്മൾ അരി എടുക്കുമ്പോഴും ഗ്ലാസ്സിന് നികത്തിയാണ് എടുക്കേണ്ടത്. തുളുമ്പി അരി എടുക്കാൻ പാടില്ല, നികത്തി തന്നെ അരി എടുക്കുക. എന്നാലേ വെള്ളമൊക്കെ എടുക്കുന്നത് കറക്റ്റ് ആവത്തുള്ളൂ. ഇതിപ്പോൾ അരിയും മൂത്തിട്ടുണ്ട്. അരി ഇങ്ങനെ ഒരു പൊടിയുന്ന പോലെ പിരിപിരിയും സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം ഇതിൻ്റെ അകത്തേക്ക്. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഉപ്പാണ് ചേർക്കേണ്ടത്. ഈ ചോറിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ചോറിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അടച്ചു വെച്ചിട്ട് പിന്നെ ഏറ്റവും ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പിന്നെ വേവിച്ചെടുക്കാനായിട്ട്. അപ്പം ചോറ് നല്ല കറക്റ്റ് പാകത്തിൽ വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ അടച്ചു വെക്കാൻ പോവാണ്. ഇനിയിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇനി വേവിച്ചെടുക്കാം. ഇപ്പോൾ അന്നേരം ഇതിലെ വെള്ളമെല്ലാം ഫുള്ളായിട്ട് വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വറ്റി കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചോറിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതേ അരിയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുമുണ്ട്. ഞാൻ സോക്ക് ചെയ്ത അരി പോലും അല്ല, എന്നിട്ട് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേറൊരു പാത്രം വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാണ്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ്, നല്ല നാടൻ വെളിച്ചെണ്ണ ചേർക്കേണ്ടത്. അത് പാൻ ചൂടാക്കുക.
ഇതുപോലെ തന്നെ വലിയ നമുക്ക് ദം ഇടാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിനകത്ത് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ വല്ലപ്പോഴൊക്കെ അല്ലല്ലോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഇച്ചിരി എണ്ണയൊക്കെ വയറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും വെളിച്ചെണ്ണയും നെയ്യൊക്കെ ചേർത്ത് തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല, എന്നാലേ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 4 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ കുറച്ച് ഏലക്ക, ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സ്പൈസസിന് എല്ലാം കുറച്ച് മണമൊക്കെ ഈ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഈ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തത് കോരി മാറ്റി വെക്കണേന്. ഒരു പാത്രത്തിലേക്ക് കോരി വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു കുറച്ച് ഇത്ര കാണുന്നില്ലേ, ഇത്രയും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. ഇതിപ്പം ഞാൻ ആ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരുന്ന മറ്റേ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരണം. ഇനി ഇതിൽ നമുക്കിനി വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കാൻ, നമ്മളെല്ലാം ചേർത്ത് ഉപ്പും എല്ലാം ചേർത്തിട്ടാണ് ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിരുന്നത്. ഇനി ഇതൊന്ന് ചിക്കൻ വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് ഞാനിപ്പോൾ അടച്ചു വെക്കണേന്. അപ്പോൾ ഇത് ചിക്കൻ വേകുന്നവരെ ഇതിങ്ങനെ ഇടയ്ക്ക് തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചില ഇതിലിപ്പോൾ തക്കാളി ഇട്ടിട്ടുണ്ട്, തൈര് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ചിക്കൻ്റെ അകത്തും വെള്ളം ഉണ്ടാവും. അതെല്ലാം കൂടെ ഇറങ്ങി കഴിയുമ്പോൾ നല്ല ഒരു ഗ്രേവി രൂപത്തിലാവും. അത് എന്തായാലും നമ്മളത് ഗ്രേവിയൊക്കെ നല്ല ഫുള്ളായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ചിക്കനൊന്ന് വേകട്ടെ. അതിന് ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും. അപ്പം ഞാനത് ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം വറ്റുന്ന വരെ ഒന്ന് ഇത് വേവിച്ചെടുക്കണം. ചിക്കൻ എന്താ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തീയൊക്കെ നല്ല ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇത് വീണ്ടും ഞാൻ അടച്ചു വെക്കണേണ്. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇപ്പം ഇനി നമുക്കിതൊന്ന് ദമ്മിടാം. നേരത്തെ വേവിച്ച ചോറ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടുന്നതിന് മുന്നേ ചിക്കനിലേക്ക് കുറച്ച് മല്ലിയില വെതറാം. മല്ലിയിലയും പുതിനയിലയും കൂടെ. ചോറിട്ടതിന് ശേഷം ചോറ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ പ്രസ് ചെയ്യുക. നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. ചോറ് നന്നായിട്ട് ചിക്കനായിട്ട് ഉറച്ച് നിന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരുന്ന സവാളയും കശുവണ്ടിയും ഉള്ളിയും കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കാം. പിന്നെ ചേർക്കാവുന്നത് നമ്മൾ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ചേർക്കാം. പിന്നെ കുറച്ച് റോസ് വാട്ടർ വേണം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് മല്ലിയില കുറച്ച് ചേർക്കുവാണ്. മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത്, മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കാം.
ഈ പൈനാപ്പിൾ ഇല്ലയെന്നുണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ എസെൻസ് ചേർത്താലും മതി. ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈനാപ്പിൾ എസെൻസ് ഉണ്ട്. ഞാനിപ്പോൾ പൈനാപ്പിൾ എസെൻസ് ഒരു ഡ്രോപ്സ് ഇതിൻ്റെ അകത്ത് ചേർക്കാം. അധികമൊന്നും ചേർക്കരുത്. അതാണൊക്കെ റോസ് വാട്ടറും ഒരു എസെൻസ് ആയിട്ടാണെങ്കിൽ 2 തുള്ളി ചേർത്ത് വെച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടറിൻ്റെ അകത്ത് ചേർക്കാം. ഞാൻ ഇതിനൊരു കളറ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളറാണ് ഞാൻ അതും ഇതിൻ്റെ അകത്തൊരു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കളർ ചേർക്കുവാണ്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോൾ കാണാൻ നല്ലൊരു കുറച്ച് കളർഫുള്ളാകാം. ഒരു പല പല കളേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആദ്യം കുറച്ച് എണ്ണ നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ, ആ എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മസാലയൊക്കെ വറുത്തൊരു എണ്ണ നമ്മൾ ആദ്യം കോരി വെച്ചായിരുന്നു, അതും ഇതിലേക്ക് ചേർക്കാം. കുറച്ച് നെയ്യ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹെവിയാണ്. നെല്ലപ്പോളൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കഴിച്ചെന്ന് വെച്ചിട്ട്. കുറച്ച് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ്, അതും ഇതിൻ്റെ അകത്ത് ചേർക്കണേണ്. ഇപ്പോൾ ശരിക്കും മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. നേരത്തെ ഞാൻ ഫുഡ് കളർ ചേർത്തു, അതൊരു ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതൊക്കെ. ഇനി ഇത് ഒരു അലൂമിനിയം ഫോയിലിട്ടിട്ട് പൊതിയാം. നമ്മൾ ദമ്മിടാൻ പോണേണ്. അപ്പം എയർ ഇനി ഇത് നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോകാൻ പാടില്ല. ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്, അതും കൂടെ അങ്ങോട്ട് അടയ്ക്കാം. എന്നിട്ട് ഈ മൂടി വെച്ചിട്ട് നന്നായിട്ട് എയർ ഒട്ടും പോകാത്ത രീതിയിൽ ടൈറ്റായിട്ട് വെക്കുക. ഓക്കെ, ഇനിയിപ്പോൾ എയർ ഒട്ടും പുറത്തേക്ക് വരത്തില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തവ എടുക്കുക. യൂസ് ചെയ്യാത്ത തവയായിരിക്കണം. നമ്മൾ ദോശക്കല്ലോ തവയോ അങ്ങനെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാത്തവരെണ്ണം എടുത്തിട്ട് ഇത് സ്റ്റൗവിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് കത്തിക്കും. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് ഒരുപോലെ എല്ലാ വശത്തും ചെല്ലാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് സ്റ്റൗവിൻ്റെ മുകളിലോട്ട് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ദം ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം കയറ്റി വെക്കുക. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് പൊട്ടിക്കാം. ഇപ്പം നമുക്കിപ്പോൾ അലൂമിനിയം ഫോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ മൈദ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന പോലെ മൈദ മാവ് കുഴച്ചിട്ട് ഈ സൈഡിലൊക്കെ ഒട്ടിച്ച് വെക്കും. ഈ സൈഡിലൊക്കെ ഒട്ടിച്ചിട്ട് ഈ മൂടി ഇറക്കി വെക്കും. മൂടി ഇറക്കി വെച്ച് കഴിഞ്ഞാലും നമുക്ക് അങ്ങനെയും ദമ്മിടാം. പക്ഷെ ആ പാത്രമൊക്കെ നാശമായി പോകും, പിന്നെ അത് കഴുകിയെടുക്കാൻ മെനക്കേടാണ്. അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരന്ന മൂടിയാണെന്നുണ്ടെങ്കിൽ ആ മൂടി ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് വേറൊരു വലിയൊരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് ആ പാത്രം ഈ മൂടിയുടെ മുകളിലോട്ട് കയറ്റി വെക്കുക. അപ്പോഴും അങ്ങനെയും നമുക്ക് ദമ്മിടാം. അപ്പോൾ ആ 3 രീതിയിലും നമുക്ക് ദമ്മിടാൻ പറ്റും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുന്നതാണ്. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഉടനെ തുറക്കാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് ആവി ഒന്ന് പോയി കഴിഞ്ഞ ശേഷം മാത്രമേ ഒന്ന് തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ ഉടനെ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ മണമെല്ലാം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് അങ്ങ് പോകും. ഇപ്പോൾ തുറന്ന് നോക്കാം എന്തായിരുന്നു. ഇതിപ്പോൾ എൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇത് ദം ബിരിയാണി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് വിളമ്പാൻ നേരത്ത് ചോറ് ഒരു പ്ലേറ്റിലോട്ടാക്കണം, ചിക്കൻ്റെ പീസ് വേറെ പ്ലേറ്റിലോട്ടാക്കണം. അങ്ങനെയാണിത് സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്.